രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുടെ പ്രവാഹമാണ്. പരാതികൾ എന്ന് പറയുമ്പോൾ വെളിപ്പെടുത്തലുകളുടെ പ്രവാഹമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നു. ആ റോഷിപാലുമായി യുവതി സംസാരിച്ചത് ആദ്യം കേൾക്കാം. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തില് എപ്പോഴാ നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്? 2023 കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ എനിക്കറിയായിരുന്നു പുള്ളിയെ. പരിചയപ്പെട്ടു. അതിനുശേഷം നിങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തുകയായിരുന്നു? അതെ. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യായിരുന്നു. ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരുന്നു. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് ഇതുപോലെ ടെലിഗ്രാം നമ്പർ തരാമോ എന്ന് ചോദിക്കുക. കാരണം ഇതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് അഡ്മിൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും, അവരൊക്കെ അത് കാണും. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങിക്കായിരുന്നു. നമ്പർ വാങ്ങിയതിനു ശേഷം ആ ഫോൺ നമ്പറിലാണോ നിങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്? അതെ അതെ. ടെലിഗ്രാം ത്രൂ ആയിരുന്നു മെസ്സേജുകൾ അയക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെ അടുത്തും ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡിലേക്കുള്ള ടൈമർ സെറ്റ് ചെയ്തിട്ടായിരുന്നു പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു റെക്കോർഡായി ഉണ്ടാകാൻ പാടില്ല എന്ന് രാഹുൽ കരുതിയിട്ടുണ്ടാവും. ഉണ്ട്. കാരണം പുള്ളി അതിന് പറഞ്ഞൊരു കാരണം, എന്റെ ഫോണ് മറ്റു പലരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഉള്ള ആൾക്കാർ അപ്പം ഇത് കടന്ന് ഞാനൊക്കെ ചോദിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്ന സമയത്ത് പുള്ളി ഇതാ പറയും, കടന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ വായിച്ചാലോ, അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു കേസ് വന്നപ്പോഴും പുള്ളി പറഞ്ഞിരുന്നു പോലീസുകാരുടെ ഇതിലൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പം വിവാഹാഭ്യർത്ഥന നടത്തി നിങ്ങൾ ആദ്യം കാണുകയാണോ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തുടക്കത്തിൽ ഒരു മോശമായ കൂടിക്കാഴ്ചയിൽ മോശമായ ഒരു പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നിങ്ങളുമായുള്ള ഒരു ഒരു ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചത്? എപ്പോഴാണ്? ഈ വിവാഹ വാഗ്ദാനം നൽകിയാണോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്? അതെ അതെ, അങ്ങനെയായിരുന്നു. അങ്ങനെയായി ഒരു ടൈം നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ്. ആദ്യം എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നീട് അങ്ങനെയല്ല, പുള്ളി അതിന് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിലെല്ലാം ഈ മെസ്സേജ് അയക്കാൻ എന്നെ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യായിരുന്നു. നീ നോക്ക്, ഇതുപോലെ നിനക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ നിനക്ക് പറ്റുന്ന ആളാണെന്ന് നോക്കുന്നു പറഞ്ഞിട്ട് പുള്ളി നിർബന്ധിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ്ലി നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം, സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പുള്ളി വന്ന് പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയാണ്. പുള്ളിയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നിട്ടാണ് മറ്റേ പെട്ടിഭാഗത്തിലൊക്കെ പേര് വന്ന സെന്നീനാണ്, അവനെ ഉണ്ടായിരുന്നു. അവരും കൂടി വന്നിട്ടാണ് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതും. നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്ഥലം ചൂസ് ചെയ്തതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ കാണും, അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാം, ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, റഷ് ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം, നമുക്ക് റൂം എടുത്തിട്ട് സംസാരിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയുകയായിരുന്നു. തന്ത്രപരമായി ഒരു ലൈംഗിക ബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ മുറിയിലെത്തിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നു. വിവാഹം കഴിക്കുമെന്ന ഉറപ്പിൽ. അതിനുശേഷം ആ ദിവസം തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പുള്ളി അറ്റേ ഡേ തന്നെ എന്നോട് പറയാണ്, എന്റെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് പറ്റില്ല കല്യാണമൊന്നും കഴിക്കാൻ, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇതിൽ എനിക്ക് പറ്റില്ല, അത് മാത്രമല്ല എനിക്ക് മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും, എനിക്ക് അവൈലബിൾ ആയിരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും എനിക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു ബിസി ലൈഫാണ് എൻ്റെ. അപ്പൊ എനിക്ക് ഒരു കല്യാണം കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ആ സമയം തന്നെ എന്നത് മെന്റലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു.
എന്നിട്ട് ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത് എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ റിപ്പീറ്റഡ്ലി ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയാൻ. എന്നിട്ട് നീ എന്നെ നിർബന്ധിക്കരുത്, നീ എന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു അതേ സ്റ്റാൻഡിൽ തന്നെ എന്നെയും കൂടി ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ, ഞാൻ എന്ത് വേണം എന്നാ പറയുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എനിക്ക് ആ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ചോദിക്കുന്ന സമയത്തെല്ലാം പുള്ളി പറയുന്നത് നീ എന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഞാനാണ് പോയി ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ച കോൾസ് അന്ന് എന്നെ നമ്മൾ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന വാട്സപ്പിലാണ്, പിന്നെ ഒരു നോർമൽ കോളും ചെയ്തിരുന്നു. അതൊന്നും എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്തതില്ല, കാരണം നമുക്ക് അയാളെ വിശ്വാസമാണല്ലോ. അപ്പോൾ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഭീഷണിപ്പെടുത്തേണ്ട, എനിക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാ ഇതിനകത്ത് എന്ന് ചോദിച്ചു. അതിനുശേഷം പുള്ളി ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച് കരയിലുണ്ടായി. കരഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ, ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ, ഞാൻ എവിടെയെങ്കിലും പോയോ, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, അപ്പോൾ പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. ആ മറ്റേ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത് പുള്ളി. പിന്മാറാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇല്ല, പിന്മാറാൻ ഇന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ ഇവൻ ഞാൻ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രണയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം അല്ലെങ്കിൽ ആ നിർബന്ധത്തിന് നിങ്ങൾ വഴങ്ങി. പിന്നീട് വഞ്ചിതയായെന്ന് ബോധ്യമായി, അത് വൈകിപ്പോയി. അപ്പം മറ്റൊന്ന്, ഇങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? അതെ, ആ ദിവസം പുള്ളിയുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് എനിക്കത് കൊണ്ടു തരുമായിരുന്നു. എന്നിട്ട് എനിക്ക് മെഡിസിൻ അലർജി ഉള്ള ഒരാളാണെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി അത് കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. പ്രഗ്നൻസി തടയുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്നതാണ്. അതെ, നിർബന്ധിച്ച് കഴിക്കണം, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പുള്ളി പറയായിരുന്നു. അതിനുശേഷം ആ ഒരു ഡേക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും സമാനമായ രീതിയിൽ ഒരു സാഹചര്യം ഒരുക്കാൻ ഏതെങ്കിലും ഹോട്ടലിലേക്കോ മറ്റെവിടേക്കെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? പലതാണ്. നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു? അതെ. മറ്റേതെങ്കിലും കൂട്ടുകാർക്കോ കുട്ടികൾക്കോ സമാനമായ അനുഭവം ഉണ്ടായതായി അറിഞ്ഞിരുന്നു? എന്നിട്ടും പുള്ളിനെ ട്രസ്റ്റ് ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും തിരിച്ചു വരും, എല്ലാം ഓക്കെ ആവും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു, വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, എനിക്കൊരു പുള്ളി അതുപോലെ ആയിരുന്നു നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എന്നെ അത്രയും അന്ന് ചീത്ത പറഞ്ഞതിന് ശേഷം നീ എന്നോട് ഇങ്ങനെ എന്നെ ഒരുപാട് സ്ട്രെസ് ഔട്ട് ചെയ്തിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കൂളാക്കി ഒരു രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ട് എല്ലാം ഓക്കെ ആക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ എന്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാലും എന്നിട്ട് ഞാനത് അന്ന് കരയുന്ന സമയത്ത് ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യരുത്, ചൈൽഡിഷ് ആയിട്ട് നീ പറയരുത്, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാമോ എന്ന് പുള്ളി ചോദിക്കും. നിങ്ങളിത് പുറത്തു പറയും, ഏതെങ്കിലും തരത്തിൽ പുറത്തു പറയുമെന്ന് രാഹുലിനോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം എങ്ങനെയാണ് രാഹുൽ പ്രതികരിച്ചത്? പുറത്തു പറയുന്ന പറഞ്ഞപ്പോ ഐ ഡോണ്ട് കെയർ, നീ പോയി പറഞ്ഞു എന്ന് പറഞ്ഞു. നീ പോയി പറഞ്ഞു, ഇതിലൊക്കെ കെയർ, ഇതിലൊക്കെ ആര് ഇത് ചെയ്യാൻ നിൽക്കുന്നു, നീ പോയി പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് ആ ന്യൂസ് കണ്ടിരുന്നു. റിനി പറയുന്ന ആ ഒരു ന്യൂസ് കണ്ടിരുന്ന സമയത്ത് അതിനകത്ത് താഴെ വന്നിരുന്ന കമന്റുകളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീക്ക് വന്നതെന്ന് വെറുതെ പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞവരിൽ എല്ലാവരിലും സത്യം ഉണ്ടെന്ന് എനിക്ക് വളരെയധികം ബോധ്യമുണ്ട്. കാരണം പുള്ളിയുടെ ചാറ്റിംഗ് രീതി കണ്ടപ്പോൾ മനസ്സിലായി. പുള്ളി ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യുന്ന രീതി കാണുമ്പോൾ എനിക്കറിയാം ഇതേ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓരോരുത്തരോട് സംസാരിച്ചത് എന്നോട്
എന്തെങ്കിലും ഇതായിട്ട് പുള്ളി അതിനുശേഷം ആ കോണ്ടാക്ട് പുള്ളി കീപ്പ് ഓൺ ചെയ്യും. എന്നിട്ട് എന്താ എന്നോട് സംസാരിക്കാത്ത, എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്, എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ, നമ്മൾ സംസാരിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അന്നേരം എന്നെന്തിനാ വയ്യോർ അവോയ്ഡിങ് മീ എന്നുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു? അല്ല ആയിരുന്നില്ല. അധ്യക്ഷ സ്ഥാനം വരുന്നത് അതിനുശേഷമാണ്. ഇനി മറ്റൊരു പെൺകുട്ടിയും ഇതുപോലെ ഒരു ചീറ്റിംഗിൽ അകപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണോ താങ്കൾ ഇത് വെളിപ്പെടുത്തുന്നത്? അതെ, എന്റെ സീനിയേഴ്സ് അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് എന്റെ ഒരു സീനിയറിന് ഇതേ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പം പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വോയിസ്, ഇയാളെ പറ്റി സംസാരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേൾക്കാനിടയുണ്ടായി. അത് നമ്മളുടെ ഇടയിൽ ഈ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട്, ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല, അപ്പോൾ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നപ്പോൾ ഒരു ടോക്ക് വന്നു. അപ്പം അന്നേരം പുള്ളിക്കാരത്തി ഒരു ഫ്രണ്ടിൻ്റെ സംസാരിച്ചത് പുള്ളിക്കാരത്തി ആ ഫ്രണ്ടല്ലേ അവൻ എന്നെ കേൾപ്പിക്കായിരുന്നു. അപ്പം അത് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. സെയിം എനിക്കുണ്ടായിട്ടുള്ള അതേ ഇൻസിഡന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ കൂടുതൽ പെൺകുട്ടികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഈ വഞ്ചനയുടെ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യം കൂടിയാണ്. അപ്പം താങ്കൾക്കുണ്ടായ അനുഭവം കൂടി അത് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ കാണുന്നത്? ഇനി ആയാലും ഇത് ആവർത്തിക്കും. ഇതിനെതിരായിട്ട് അയാൾക്കെതിരെ ഒരു നല്ലൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ പുള്ളി ഇത് ആവർത്തിക്കും. കാരണം ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൈൻഡാണ് പുള്ളിക്ക്. എനിക്കൊരു പ്രശ്നവുമില്ല, അയാളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ വേറെ ആൾക്കാർ വരുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എനിക്ക് പ്യുവർലി എനിക്ക് പറയാൻ പറ്റും, ഞാനും രാഹുലുമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം കണ്ടിരുന്നു. ആ സമയത്ത് ഇലക്ഷന്റെ പേരുകൾ പോലും പുറത്തു വന്നിട്ടില്ല. അന്നേരം രാഹുൽ എന്നോട് പറയുകയാണ് പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് ഞാനാണെന്ന്. കാരണം അതുവരെ അയാൾക്ക് അറിയാം, കാരണം അത് പ്രീ പ്ലാൻഡാണ്, അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതും അവരുടെ ഇടയ്ക്ക് പലരും പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ആ പരാതികളൊന്നും നമ്മൾ ആരും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും ഒരു 10 പേരെങ്കിലും ഇയാൾ ഇങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയെന്നുണ്ടാവും. ഇത് വലിയൊരു കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾക്കുണ്ടായ അനുഭവം, അത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വഞ്ചിക്കുന്നത് സമാനമാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഞാൻ ഒരാൾ മാത്രം പോയി കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്, പിന്നെ എന്റെ ഫാമിലി ഓർത്തിട്ട് മാത്രമാണ്. അത് അയാൾക്കും അറിയാം. ഇന്നലെ വരെ പലരെയും അയാൾ കോൾ ചെയ്തതും മെസ്സേജ് അയച്ചതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താ പറയുക, എനിക്കെതിരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നത്, കോൾ ചെയ്യുന്നതൊക്കെ. അതെനിക്ക് വരാത്തത് ഞാനിത് പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, അതുപോലെ നിങ്ങളുടെ സാഹചര്യം ഒക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല, നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കില്ല എന്ന ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് മറ്റു പെൺകുട്ടികൾ പലരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല, അവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഭയമുണ്ട്. പരാതി നൽകിയാൽ വേട്ടയാടപ്പെടുമെന്നാണോ ഭയപ്പെടുന്നത്? അതെ, ഇതൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ന്യൂസ് തലയാവും. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? വലിയൊരു വഞ്ചനയാണ്. എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ വീട്ടിൽ കൂടുതൽ സ്ത്രീകളാണ്. അറ്റ്ലീസ്റ്റ് പുള്ളി സ്ത്രീകളെ കണ്ട് വളർന്നു വന്നതാണ്. എന്നിട്ടും പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന എല്ലാവരോടും എന്നറിയില്ല. എന്തിനാണ് വാക്ക് കൊടുത്തിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ടുള്ളത്? നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ വളരെ ജനുവനായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിയുടെ തോട്ടെന്താ. ഇത്ര അധികം ആൾക്കാർ കള്ളത്തരം പറഞ്ഞു വരുമോ? ധൈര്യമുള്ള ആരെങ്കിലുമൊക്കെ പുറത്തു വരുമ്പോൾ
അവരെ തടയാൻ അല്ലെങ്കിൽ അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഭയമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ പേരിപ്പോ ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഉണ്ടാവില്ലേ? അത് ഇയാളുടെ കൂടെ ഉള്ളവർ തന്നെ മതി. വളരെ വളരെ വ്യക്തമായിട്ടറിയാം അവരെല്ലാരും എന്ത് പറയുന്നത് ബോൺ ക്രിമിനൽസ് ആണ്. കൂടെയുള്ള ആൾക്കാർ വരെ, അയാളുടെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ അവർ ചിന്തിക്കുന്നതും പറയുന്നതും വരെ അങ്ങനത്തെ രീതിയിലാണ്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, റോഷിപാലാണ് ഈ പെൺകുട്ടിയുമായി സംസാരിച്ചത്. റോഷിപാലുമായി പെൺകുട്ടി സംസാരിക്കുമ്പോൾ ദീർഘനേരത്തെ ചാറ്റാണ്. ഈ സംസാരത്തിന് ശേഷം 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെയും നമ്മൾ കേട്ടതല്ല ഇനിയും പുറത്തു വരാനുള്ളത് എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് ഒരുപക്ഷേ ഇത് കണക്കാക്കേണ്ടി വരും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഈ പെൺകുട്ടിക്ക് ഭയമുണ്ടെന്ന് പറയുന്നു. നമുക്ക് ചില കാര്യങ്ങൾ റോഷിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. റോഷി, ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും പാർട്ടി സംവിധാനങ്ങളിലോ മറ്റോ ഫോറങ്ങളിലോ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാണോ? അതല്ലല്ലോ. ഈ പെൺകുട്ടി കൃത്യമായും തെളിവുകൾ സഹിതമല്ലേ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്? ഇന്ന സ്ഥലത്ത് വെച്ച് ഇതേ രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിവാഹ വാഗ്ദാനമായിരുന്നു ആദ്യം ഓഫർ ചെയ്തിരുന്നത്, പിന്നീട് മരുന്ന് കഴിക്കാനായിട്ട് നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷി? ഇതൊരു തുടർച്ചയാണ്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാണോ മനസ്സിലാക്കുന്നത് റോഷി? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ക്രൂര പീഡനങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നത്. ആ പെൺകുട്ടിയുമായി ദീർഘനേരം സംസാരിച്ചു. നമ്മൾ ഏതാണ്ട് ഒരു 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണം മാത്രമാണ് പുറത്തുവിട്ടത്. അതിനേക്കാൾ കൂടുതൽ, ഏതാണ്ട് വളരെ കൂടുതൽ, അതിൻ്റെ ഇരട്ടിയിലേറെ സമയം സംസാരിച്ച മറ്റ് സംഭാഷണങ്ങളുണ്ട്. അതിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയില്ല. അത്രയേറെ വലിയ പീഡനം മറ്റു പെൺകുട്ടികൾ, ഇപ്പോൾ പുറത്തു പറഞ്ഞ അല്ലെങ്കിൽ പുറത്തു പറയാൻ ഭയമുള്ള പെൺകുട്ടികൾ അനുഭവിച്ച പീഡനങ്ങൾ ഈ പെൺകുട്ടിയും അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ്, വിദ്യാർത്ഥിനിയാണ്. അവർ മറ്റൊരു സംസ്ഥാനത്ത് പഠിച്ചതാണ്. അവരുടെ ഭാവി ഓർത്തു മാത്രമാണ് അവർ പരാതിയുമായി വരാത്തത്. അവർ പറഞ്ഞ അവസാന വാക്കുകളുണ്ട്: പരാതിയുമായി വരാൻ തനിക്ക് ഭയമാണ്, താൻ വേട്ടയാടപ്പെടുമെന്ന ഭയമാണ്, കൂടെയുള്ളവർ അങ്ങനെയുള്ള കുറ്റവാളികളാണെന്ന് ആ പെൺകുട്ടി സംശയിക്കുന്നു. പലപ്പോഴും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധം, ആദ്യമുള്ള ഒരു പരിചയം, അത് ബന്ധം പുതുക്കി ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് ഫോൺ നമ്പർ സംഘടിപ്പിക്കുന്നു. ആ ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് ടെലിഗ്രാമിലേക്ക് വരാൻ പറയുന്നു. ടെലിഗ്രാമിൽ ചാറ്റ് ഹിസ്റ്ററി ഇല്ലാതിരിക്കാൻ അവിടെ കൃത്യമായി അതിൻ്റെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നു. 5 സെക്കൻഡിനകം അത് റീഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി അത് ഡിലീറ്റ് ആവുന്ന രീതിയിലാണ് ടെലിഗ്രാമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സെറ്റ് ചെയ്തതെന്ന് ആ പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അത് കൃത്യമായി അതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണെന്ന് ആ കുട്ടി സംശയിക്കുന്നുമുണ്ട്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പ്രണയം നടിച്ചപ്പോൾ അതിൽ ആ പെൺകുട്ടി അറിയാതെ വീണുപോയി. ആ പെൺകുട്ടി രാഹുലിനെ ഇഷ്ടപ്പെട്ടു, ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രണയിച്ചു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മാത്രമാണ്, സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം വീട്ടുകാർ പോലും അറിഞ്ഞു. വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നു, ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അത് മറ്റൊരു സംഭാഷണത്തിൽ ആ പെൺകുട്ടി കൃത്യമായ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇവർ ഈ പറഞ്ഞ സ്വകാര്യ നിമിഷങ്ങളിൽ നിർബന്ധിച്ച്, അത് ഒരു ഹോട്ടലിൽ സാധാരണ ഒരു ഇടത്ത് സംസാരിക്കാനാണ് ക്ഷണിച്ചത്. അവിടെ ആൾക്കൂട്ടമുണ്ട്, അവിടെ നിന്ന് നമുക്ക് സ്വകാര്യമായി സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഹോട്ടൽ മുറിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെയും വിശ്വസിച്ചു ആ പെൺകുട്ടി. പിന്നീട് നിർബന്ധപൂർവ്വം ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു. അതിനുശേഷം തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അടുത്ത മണിക്കൂറിലാണ് സംസാരിക്കുന്നത്. ആ മുറിയിൽ തന്നെ പെൺകുട്ടിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം തനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, തനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല, തനിക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതത്തോട് താല്പര്യമില്ല എന്ന് വിശദമായി പറയുന്നു. അതിനുശേഷം ഈ ബന്ധം തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ആ പെൺകുട്ടി അപ്പോൾ മാനസികമായി തകർന്നതാണ്. ഇപ്പോഴും ആ കുട്ടി ആ മാനസികാഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നിരന്തരം ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നു. കുട്ടി പഠിക്കുന്ന ആ കോളേജിലേക്ക് വരുമെന്ന് പറയുന്നു. കുട്ടി ഭയന്നിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓരോ സന്ദേശം ലഭിക്കുമ്പോഴും ഭയമാണെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. മറ്റൊരു സംഭാഷണത്തിൽ താൻ ഭയപ്പെട്ടിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൺവെട്ടൊന്നും മാറി നിൽക്കാൻ ഭയപ്പെട്ടിരുന്നു. സന്ദേശങ്ങൾ താൻ ബ്ലോക്ക് ചെയ്തിരുന്നില്ല. അത്രയേറെ ഭയമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുമോ, എന്തെങ്കിലും തൻ്റെ സന്ദേശങ്ങളൊക്കെ അത് പുറത്തുവിട്ട് തന്നെ അപകീർത്തിപ്പെടുത്തുമോ എന്നടക്കമുള്ള ഭയമുണ്ടായിരുന്നു.
പോലീസിനെ സമീപിക്കാത്തതിൻ്റെ ഒറ്റ കാരണം ഭയം കൊണ്ട് മാത്രമാണ്. പിന്നെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല, തൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ സമീപിക്കാത്തത്, പരാതി നൽകാത്തതെന്ന് അവൾ ദുർബലയായി